ഫ്രണ്ട്സ്, വിഷു ദിനത്തിൽ ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ് കേട്ടോ. എന്താ അറിയോ, എനിക്ക് ഒരുപാട് സന്തോഷമുള്ളതാണ് ഈ വർഷം. കാരണം ഞാൻ കഴിഞ്ഞ കൊല്ലമൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എനിക്ക് ഇത്രയും സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ കിട്ടുന്നത്. എത്ര പേരാണ് എനിക്ക് അങ്ങനെ കിട്ടുന്നത്. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞാനൊരു യൂട്യൂബ് തുടങ്ങുന്നോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാരെ കിട്ടുന്ന ഒന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എന്തോരം കുടുംബങ്ങളാണ് എനിക്ക്, എത്ര പേരാണ് സ്നേഹത്തോടെ എന്നെ ചേച്ചിയമ്മ, അമ്മുക്കുട്ടി, അമ്മക്കിളി, എന്തൊക്കെയോ പേരുകളിലൊക്കെ വിളിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്ന് അറിയോ. ഈ ജന്മത്തിൽ എനിക്ക് ഈ സന്തോഷം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരു വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞ ഒരു വീട്ടമ്മയല്ലേ ഞാൻ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഇതിൽ ഞാൻ ഇറങ്ങുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ഒരു അനിയച്ചിയുടെ മകൻ പറയൂ, വല്യമ്മയാണോ ഇതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വല്യമ്മ ഇത് ചെയ്യുമല്ലോ. സുജിത്ത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു അനിയത്തിയുടെ മോനുണ്ട്. അവൻ പറയാ, വല്യമ്മയാണോ? വല്യമ്മ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഞങ്ങൾ വിചാരിച്ചില്ല എന്ന് പറയും. അങ്ങനെ ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല. പക്ഷെ എനിക്കിങ്ങനെ നിങ്ങളോടൊക്കെ ഇടപഴകാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം അങ്ങനെ ഒരുപാട് ഇതൊന്നും പുറത്തൊന്നും പോവാതെ ഒതുങ്ങിക്കൂടി ജീവിക്കണേ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ എനിക്കിപ്പോൾ വാക്കുകൾ തിരയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാനും. നിങ്ങളുടെ ഓരോരോ മെസ്സേജൊക്കെ വായിക്കുമ്പോൾ എനിക്ക് എന്തുമാത്രം സന്തോഷമാണെന്നറിയോ. ഈ പ്രായത്തിൽ എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമാണ് എൻ്റെ ഈ സ്നേഹമുള്ള നിങ്ങളുടെ ഈ പ്രോത്സാഹനം, നിങ്ങൾ തരുന്ന സ്നേഹം, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ കിട്ടിയത്. അവൻ എനിക്ക് എൻ്റെ അസുഖത്തെ ഞാൻ മറന്നു. കാരണം എനിക്കിപ്പോൾ തോന്നുകയാണ് ഞാൻ ചെറുപ്പമായി വരികയാണോ എന്നൊക്കെ തോന്നി തുടങ്ങി. കാരണം ഒരു ഉത്സാഹം, വീഡിയോ എടുക്കണം. ചില ദിവസം എനിക്ക് ഭയങ്കര ഈ ചൂടൊക്കെ കാരണം ഒരുപാട് തലവേദന എനിക്ക് പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ഈ ചൂടാകുമ്പോൾ കുറച്ച് തലവേദനയൊക്കെ ഇങ്ങനെ കൂടും. അപ്പോൾ എനിക്ക് തോന്നും, അയ്യോ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, തീരെ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങി ഒന്ന് നിൽക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാകുമ്പോൾ എനിക്ക് തോന്നും, അയ്യോ ഇന്ന് അവരെ കണ്ടില്ലല്ലോ, അവരിനി 2 ദിവസം കഴിയുമ്പോൾ എന്നെ മറക്കുമോ. ഇങ്ങനെയൊക്കെ ഞാൻ എന്നിട്ട് മോനോട് പറയും, എടാ മോനെ എനിക്ക് വയ്യാണ്ടല്ലേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവരെന്നെ മറന്നിട്ടുണ്ടാവുമോ. അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലൊരു ഇതാണ്. എന്താ അറിയോ, എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമാണ് നിങ്ങൾ. അപ്പോൾ ആ സ്നേഹമൊക്കെ എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ല. അതുകൊണ്ട് ഇതെന്നും എനിക്ക് ഈ സ്നേഹം നിങ്ങളൊക്കെ തരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചില ദിവസം ഞാൻ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ തലവേദന എന്തെങ്കിലും ഒരു വയ്യായി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കാണാതെ ഞാൻ ഇരിക്കുകയില്ല. പിന്നെ അടുക്കളയിൽ ഇപ്പോൾ കൂടുതലും ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താ അറിയോ, ഭയങ്കര ചൂട്, കഴിക്കാനും വേണ്ട. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ പച്ചക്കറി എന്ന് പറയുന്നത് ഞാനാണ്. അപ്പോൾ ചിലപ്പോൾ ഒരിത്തിരി പയറോ അല്ലെങ്കിൽ ഒരിത്തിരി ബീൻസോ അല്ലെങ്കിൽ ഒരു ക്യാരറ്റോ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനും വല്ലതൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതിങ്ങനെ കാണിക്കുക നിങ്ങൾക്ക്. അപ്പോൾ കാണുന്നവർക്ക് എല്ലാവർക്കും ഇത് അറിയില്ലല്ലോ ഞാൻ മാത്രം കഴിക്കണമെന്ന്. ഒരുപാട് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, കൊണ്ടുപോയി കളയണം. ഇവിടെ അടുത്തൊന്നും അങ്ങനെ കൊടുക്കാനുള്ള ആൾക്കാരും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിക്കും, ഈ ഇത്ര തോരനും വീഡിയോസ് വെച്ചിട്ട് ഞാൻ എങ്ങനെ കാണിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യും, വല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ഞാൻ കഴിക്കും. ഇവർക്ക് പിന്നെ എന്തെങ്കിലും കുറച്ച് ഇറച്ചിയോ എന്തെങ്കിലും കുറച്ച് മതി, അത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ അതാണ് ചില സമയത്ത് ചിലർ പറയുന്നുണ്ട് വെജാണ് ഞങ്ങൾക്ക് ഇഷ്ടം, വെജിൻ്റെ ഇത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് കാണിക്കാനും ഇഷ്ടമാണ്, പക്ഷെ കുറേശ്ശെ ഉണ്ടാക്കിയിട്ടാണ് കാണിക്കുക. അപ്പോൾ മോൻ പറയും, അമ്മ ഇത്ര ഉണ്ടാക്കിയിട്ട് കാണിക്കുമ്പോൾ എല്ലാവർക്കും പറയുമോ അമ്മ എന്താ അമ്മ അതൊക്കെ ഇങ്ങനെയെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ എല്ലാ ഇഷ്ടങ്ങളും എനിക്കിഷ്ടമാണ്. നിങ്ങൾ പറയുന്നത് എല്ലാം എനിക്ക് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. ഒരാൾ പോലും ഒരു വേണ്ടാത്ത മെസ്സേജ് എനിക്ക് ഇതുവരെ ഇട്ടിട്ടില്ല. എല്ലാവരും സ്നേഹത്തോടെ, ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല, അത്രയും നല്ല നല്ല മെസ്സേജുകളാണ് ഒക്കെ. ഒരാൾ പോലും ഒരു കുറ്റപ്പെടുത്തൽ അങ്ങനെ ഒന്നും ആരെ കൊണ്ട് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോടൊക്കെ, ഒരുപാട് സ്നേഹമുണ്ട്. എൻ്റെ ഒരു കുടുംബമാണ് ഇപ്പോൾ നിങ്ങൾ. എൻ്റെ മക്കളും എൻ്റെ കുടുംബവും ഒക്കെ ഇല്ല, അതേപോലെ തന്നെയാണ് എനിക്ക് നിങ്ങളും. അതേപോലുള്ള സ്നേഹമാണ് നിങ്ങളോട് എനിക്ക്. പിന്നെ ഈ വിഷു എല്ലാവരും നന്നായി ആഘോഷിക്കുക. സന്തോഷമുള്ളത് കൊണ്ട് എല്ലാ സന്തോഷവും നിങ്ങൾ അനുഭവിക്കുക. നല്ലത് മാത്രം ചിന്തിക്കുക. അങ്ങനെ നല്ലൊരു ദിവസമാവട്ടെ ഇനിയുള്ളതെല്ലാം. നമുക്ക് വിഷു എന്ന് പറഞ്ഞ ഒരു പുതുവർഷത്തിൻ്റെ തുടക്കമല്ലേ നമുക്ക്. അപ്പോൾ നമ്മൾ ഒരിക്കലും
നന്മകളിൽ നിന്ന് പിന്മാറാതെ എല്ലാ നന്മകളിലേക്ക് നമ്മൾ നന്മ ചെയ്യാൻ മാത്രമായിട്ട് നമ്മുടെ ജീവിതം അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാവും അല്ലേ. പിന്നെ എല്ലാ കഷ്ടമാണെങ്കിലും സുഖമാണെങ്കിലും അതിനൊക്കെ ചിരിച്ചുകൊണ്ട് നമ്മൾ നേരിട്ട് നമുക്ക് ഈ കൊല്ലം എല്ലാം കൊണ്ടും സന്തോഷമായിരിക്കട്ടെ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവട്ടെ. അതുപോലെ നമ്മളെ സ്നേഹിക്കുന്നവർക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ അല്ലേ. അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. ഹാപ്പി വിഷു.